ഇരുളാകും മഴലിലും നീ തുണയായി വരണമേ. യേശുവിനെ എന്തുമാത്രം കെണിയിൽ കൊടുക്കാനാകുമോ അത്രത്തോളം കെണിയിൽ കൊടുക്കാനായിട്ട് ഫരിസേയരും നിയമജ്ഞരും തന്ത്രപൂർവ്വം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കേട്ടത്. ഇപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച അതേ കെണിയുടെ മറ്റൊരു ഭാഗം നമ്മൾ കാണുകയാണ്. പശ്ചാത്തലം ഇതാണ്. യേശു ഒരിടത്ത് നിലത്തെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ കുനിഞ്ഞ് നിലത്ത് കിടക്കുന്ന ഒരു പാപിനിയായ സ്ത്രീ, തൊട്ടു പിന്നാലെ ഫരിസേയരും നിയമജ്ഞരും. ഇതാണ് പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇനി അവളെ വിധിക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് അവർ ചോദിച്ചു, ഇവളെന്ത് ചെയ്യണം? ഈ ഭാഗം നമ്മൾ ധ്യാനിക്കും മുമ്പ് ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നറിഞ്ഞിരിക്കണം. ആ കാലഘട്ടത്തിൽ മരണശിക്ഷയ്ക്ക് വിധിക്കാൻ അധികാരമുള്ളത് ഒരു കൂട്ടർക്ക് മാത്രമാണ്. അത് റോമൻ അധികാരികൾക്ക് മാത്രമാണ്. അവരാണ് മരണശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള അധികാരത്തോടെ നിൽക്കുന്നവർ. അതുകൊണ്ടാണല്ലോ യേശുവിനെയും അവർ പീലാത്തോസിൻ്റെ അരമനയിൽ കൊണ്ടുചെന്ന് മരണശിക്ഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത്. അങ്ങനെ മരണശിക്ഷയ്ക്ക് വിധിക്കാൻ അർഹതയുള്ള റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രണ്ടാമതൊരു വശമുണ്ട്. മോശ പറഞ്ഞൊരു കാര്യമുണ്ട്. മോശ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലുമൊക്കെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ കല്ലെറിയണം. അവരെ കല്ലെറിയേണ്ട ഉത്തരവാദിത്തം അത് മോശയുടെ നിയമം അനുസരിച്ചാണ്. ഇങ്ങനെ മോശയുടെ നിയമം ഒരു ഭാഗത്തും റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരം ഒരു ഭാഗത്തും, ഇങ്ങനെ രണ്ട് വശത്ത് നിൽക്കുന്ന അവസരത്തിൽ യേശുവിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നു, ഇവിടെ എന്ത് ചെയ്യണം? യേശു അവളെ കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ റോമ സാമ്രാജ്യത്തിൻ്റെ എതിരായിട്ടുള്ള സംസാരമാകും. അത് ആ കാലഘട്ടത്തിൻ്റെ അധികാരികൾക്കെതിരെയുള്ള സംസാരമാണ്, രാഷ്ട്രീയ പശ്ചാത്തലത്തിനെതിരെയുള്ള സംസാരമാണ്. രണ്ടാമത്തെ ഭാഗം മോശയുടെ നിയമം അനുസരിച്ച് അവളെ കല്ലെറിയരുത് എന്ന് യേശു പറയുകയാണെങ്കിൽ അത് മോശയുടെ നിയമത്തിനെതിരാണ്. അത് ആ കാലഘട്ടത്തെ നിയമത്തെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നതിൻ്റെ പേരിൽ യേശുവിനെ കൊടുക്കാനാകും. ഇങ്ങനെ രണ്ട് രീതിയിലും പ്രശ്നമായി നിൽക്കുമ്പോഴാണ് യേശുവിൻ്റെ വാക്കുകൾ ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും വളരെ കൃത്യതയോടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോഴും യേശു വളരെ ഷാർപ്പാണ്. കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു മാറാതെ കൺഫ്രണ്ട് ചെയ്യുമ്പോഴും യേശു വളരെ ക്ലവറാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഈ കോൺഫിഡൻസ് നമുക്കെപ്പോഴും ഉണ്ടാകണം. ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴും ഹൃദയത്തിനും ഒരിടമുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളെ പഠിപ്പിക്കും. വളരെ കൃത്യതയുടെ യേശു ഈ രണ്ട് കെണികളെയും മനസ്സിൽ കണ്ടുകൊണ്ട് യേശു അവതരിപ്പിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ വന്നത് ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. കാര്യം അധികാരത്തെയും തൊട്ടില്ല, നിയമത്തെയും തൊട്ടില്ല, മറിച്ച് അവൻ മനസാക്ഷിയെ തൊട്ടു. അതാണ് ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത. ക്രിസ്തുവിൻ്റെ വാക്കുകളൊക്കെ അവൻ എവിടെ തുടരണമോ അവിടെ തൊട്ട് അവൻ സംസാരിക്കും. അങ്ങനെ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്നൊരു വാക്കിനിടയിൽ എല്ലാവരും അവരുടെ കല്ലുകൾ താഴെയിട്ട് തിരിച്ചു പോകുന്നു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 7-8 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈ അധ്യായങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് നീതിയുടെയും പാപത്തെയും കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഗോസ്പൽ പാസേജുകളാണ്. ഈ പാസേജിനിടയിൽ നമ്മൾ കാണുന്നത് ഒരു എക്സാമ്പിളാണ്. അതായത് നമ്മൾ യേശുവിൻ്റെ എക്സാമ്പിളിൽ കാണുന്നത് യേശു നീതിമാനാണ്, കർത്താവ് നീതിമാനാണ്. പക്ഷെ അവൻ്റെ നീതിക്കിടയിലും എന്തുണ്ട്? സ്നേഹവും കരുണയുമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ നീതിയും മനുഷ്യരുടെ നീതിയും തമ്മിലുള്ള വ്യത്യാസം. ദൈവം വിധിക്കും, ആ വിധിയിൽ ചേർത്ത് വയ്ക്കുന്നത് സ്നേഹവും കരുണയുമാണ്. ആ കരുണയുടെയും നീതിയുടെയും ബലത്തിലാണ് ഓരോ മനുഷ്യരും ദൈവത്തിന് മുമ്പിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇൻ ദി ഗോസ്പൽ പാസേജ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിനിടയിൽ കെണികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കെണികൾക്കിടയിലും ഹൃദയം കൊണ്ട് ചിന്തിക്കുവാനുള്ള ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അത് ക്രിസ്തുബോധത്തിന് എതിരായ ഒന്നാണെന്ന് തോന്നുന്നു. ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യരെയാണ്, ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന മനുഷ്യരെയാണ്. ആ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന വാക്കുകളൊക്കെ ഏറ്റവും ക്രിസ്തുബോധത്തിന് ചേർന്നതായിട്ട് മാറും. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ നിന്ന് താഴെ വീഴേണ്ട ചില കല്ലുകളൊക്കെ ഉണ്ട്. നമ്മുടെയൊക്കെ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും വിധിക്കുന്നുണ്ടെങ്കിൽ, നിയമങ്ങൾ വല്ലാണ്ട് കടുംപിടുത്തം പിടിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, ആ കല്ലുകളൊക്കെ അറിയാതെ താഴെ വീഴ്ത്തണം. അല്ലെങ്കിൽ വീഴ്ത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ചില മനുഷ്യരൊക്കെ നീതിയുടെ പിന്നാലെയും അധികാരത്തിൻ്റെ പിന്നാലെയും പോയി നടക്കുമ്പോൾ എവിടെയാണ് ക്രിസ്തു? പ്രിയമുള്ളവരെ, നമ്മുടെ ചട്ടക്കൂടുകളൊക്കെ ഇനി ഹൃദയം കൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ചട്ടക്കൂടായിട്ട് മാറണം. അവിടെ ക്രിസ്തു നീണാൽ വാഴും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വരേണമേ നിറയണമേ
ആ